ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേറ്റ് 17th of October. സമയം 4:30. നിങ്ങളെല്ലാവരും വിചാരിക്കും ഞാനെന്താ ഇത്രയും രാവിലെ തന്നെ ക്യാമറയും പിടിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന്. ശരിക്കും ഇന്ന് കർവാചൗത്താണ്. നമ്മുടെ ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു വ്രതമാണ് കർവാചൗത്ത് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കേരളത്തിൽ താമസിക്കുന്ന ഞാൻ എന്തിനായി വ്രതം വയ്ക്കുന്നതെന്നൊക്കെ. ഞാൻ കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ എനിക്കൊന്ന് ഒരാഴ്ച 2 ആഴ്ച എങ്ങാണ്ടായപ്പം ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലോട്ട് ഷിഫ്റ്റ് ആയതാണ്, ഹിമാചൽ പ്രദേശിലോട്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു 25-26 വർഷം ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു. എൻ്റെ സ്കൂളിങ്, ഡിഗ്രി എല്ലാം എൻ്റെ പഞ്ചാബ്, ഹിമാചലിലായിട്ടാണ് നടന്നേക്കുന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് എൻ്റെ രീതികളും ഞാൻ കുറച്ചൊക്കെ ഫോളോ ചെയ്യുന്നതൊക്കെ നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ്. പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ കേരളത്തിൽ സെറ്റിലായി. അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ റിലീജിയസ്ലി ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ കർവാചൗത്ത് എന്ന് പറയുന്നത്. ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ നക്ഷത്രങ്ങൾ, നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങളുണ്ടല്ലോ, അത് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം. എന്തെങ്കിലും ഇതിൻ്റെ ബാക്കിൽ കുറേ സ്റ്റോറിയൊക്കെ ഉണ്ടാകും. ഞാൻ പെയ്യെ നിങ്ങൾക്ക് ഫുൾ ഡേ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം. എന്നിട്ട് ഫുൾ ഡേ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. ഈവൻ വെള്ളം പോലും കുടിക്കാൻ പാടില്ല. ചിലവരൊക്കെ പറയും നമ്മൾ ഉമിനീര് പോലും ഇറക്കാൻ പാടില്ല. പക്ഷെ അതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഉമിനീരൊക്കെ ഇറക്കും, പക്ഷെ വെള്ളവും ഭക്ഷണമൊന്നും കഴിക്കാറില്ല. രാത്രിയിൽ നമ്മുടെ ചന്ദ്രൻ വന്ന് കഴിഞ്ഞിട്ടാണ് കുറച്ചൊരു ചെറിയ പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഭർത്താവ് നമുക്ക് വെള്ളം നമുക്ക് തരും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുക. ഏകദേശം ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ എന്താണ് ഈ കർവാചൗത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 4:30 എഴുന്നേറ്റേക്കുന്നത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതായിരിക്കും ഇന്നത്തെ എൻ്റെ മീൽ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കഴിക്കില്ല. അപ്പം ഇത് കഴിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങുകയൊക്കെ ചെയ്യുന്നിട്ട് നമുക്ക് നമ്മുടെ സമയം പോലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി അതൊക്കെ ഞാൻ പയ്യെ നിങ്ങൾക്ക് പറഞ്ഞു തരാം ത്രൂ ഔട്ട് ദ വ്ളോഗ് എങ്ങനെ എന്താണെന്നൊക്കെ. ഞാനിപ്പോൾ എഴുന്നേറ്റു. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും പോയി കിടന്നുറങ്ങും. ഹലോ. അപ്പം ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണിയായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ കഴിച്ചിട്ട് ഞാൻ പോയി കിടന്നു. കാരണം അത്രയും നേരത്തെ എഴുന്നേറ്റിട്ട് വേറെ പണിയൊന്നും ഉണ്ടായില്ല. അപ്പം ഞാൻ 6 മണിയാകുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് കുളിച്ച് ഇനിയിപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകണം. കാരണം വൈകുന്നേരം എനിക്ക് അമ്പലത്തിൽ പോകാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ അമ്പലത്തിൽ പോട്ടെ. ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നു. ഇനിയിപ്പം നമ്മൾ നോർമൽ നമ്മുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ. പക്ഷേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് മാത്രം. ശരിക്കും ഇന്നത്തെ ദിവസം സ്ത്രീകളെ കൊണ്ട് പണി ചെയ്യിപ്പിക്കരുതെന്നാണ്. കാരണം ശരിക്കും പറയുന്നത് റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ഭക്ഷണമില്ല, വെള്ളമില്ല. അപ്പോൾ ഇത്രയും ജോലിയും കാര്യങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ എന്തായാലും നമുക്കൊരു ക്ഷീണവും ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൂചി എടുപ്പിക്കരുത്, അങ്ങനെ ഒരു ട്രഡീഷണൽ പാട്ടൊക്കെ ഉണ്ട് ഹിന്ദിയിൽ. സൂചി എടുപ്പിക്കരുത്, നമ്മുടെ കത്തി എടുപ്പിക്കരുത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ എനിക്കിപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് നോർമൽ എൻ്റെ റുട്ടീൻ എന്താണോ അത് ചെയ്യും. വൈകുന്നേരമാണ് ശരിക്കും രസമുള്ളത്. ഇവിടെ ഒന്നും അധികം. ഇന്ന് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ശരിക്കും വൈകുന്നേരമാണ് അമ്പലത്തിൽ പോകേണ്ടത്. അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ അമ്പലങ്ങളിൽ ഓരോ കീർത്തനങ്ങളും ഓരോ കഥയൊക്കെ ഉണ്ട്. ഈ വ്രതം എന്തിന് തുടങ്ങി എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു കഥ. എനിക്ക് എങ്ങനെയാണോ പറ്റുന്നത് ഞാൻ അങ്ങനെ ആണ് ഈ വ്രതം വയ്ക്കാറുള്ളത്. പക്ഷെ ഞാൻ ഫുള്ളി ഭയങ്കര റിലീജിയസ് ആയിട്ടാണ് ഈ ഒരു വ്രതം ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ഭർത്താവ് അല്ല ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഒരു മാർത്തതയോടാണ് ഈ വ്രതം വയ്ക്കുന്നത്. ഹലോ അഗൈൻ. അപ്പോൾ ഇപ്പോൾ സമയം 2:30 ആവാറായി. അപ്പോൾ ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് ടയേർഡാണോ എന്ന് ചോദിച്ചാൽ
നമുക്ക് എനിക്ക് ഭക്ഷണം ഇല്ലാണ്ട് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ വെള്ളമൊന്നും കുടിക്കുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഡീഹൈഡ്രേഷൻ പോലെ അതെല്ലാവർക്കും ഉണ്ടാവും. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു 6 മണി 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രൻ വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വ്രതം പൂജ, ചെറിയൊരു പൂജയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്കിത് വ്രതം തീർക്കാൻ പറ്റും. ആദ്യം തന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കണ്ട് ആരും ഒന്നും ഇതാക്കണ്ട. കാരണം ഞാൻ കർവാ ചൗത്തിന് എങ്ങനെ റെഡിയാവുന്നു എന്നുള്ളതിനെ എന്നാണ് ഇന്നത്തെ ഒരു ജസ്റ്റ് കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ കർവാ ചൗത്ത് പൂജ, അത്രേ ഉള്ളൂ. അപ്പം ഇപ്പം സമയം 6:15, 7 മണി വരെ ഉള്ളൂ പൂജ സമയം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് വേഗം തന്നെ റെഡി ആവണം. അപ്പം ഞാൻ ആദ്യം തന്നെ ജസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും മേക്കപ്പ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഗാർണിയറിൻ്റെ ഈ ഒരു ബേബി ക്രീം എടുക്കുകയാണ്. കാരണം വേറെ ഒന്നും പോകാനും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡോട്ടായിട്ട് ഒന്ന് ഫേസിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാണ്. അപ്പം നമ്മൾ ക്രീം ഇട്ടു, ബേബി ക്രീം ഇട്ടു. ഇനിയും ജസ്റ്റ് ഒരു കോമ്പാക്റ്റ് ഇടണം. അപ്പം ഞാൻ ബ്ലൂ ഹെവൻ്റെ ബാക്കിൽ സൗണ്ട് വരുന്നുണ്ടെങ്കിലും ഐ എം റിയലി സോറി. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ ഇരുന്നിട്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്നത്, അത് കാരണം കുറച്ചൊരു ഡിസ്റ്റർബൻസ് വരും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ബ്ലൂ ഹെവൻ്റെ ഒരു അൾട്രാ HD കോമ്പാക്റ്റാണ്. അതിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ, അപ്പോൾ അത് കാരണം ഈ ഒരു കോമ്പാക്റ്റ് ഒന്ന് ഫേസിലേക്ക് ഇടുകയാണ്. അപ്പോൾ വേഗം ഞാൻ കോമ്പാക്റ്റ് ഇട്ടു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ കുറച്ചൊരു റെഡി ആവല്ലേ. അപ്പം ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു പാലറ്റ് എടുത്തിട്ട് ലിങ്ക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് എൻ്റെ ഈ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ഞാൻ ഐ ഷാഡോ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് നോർമൽ ഒരു ഐ ഷാഡോ ഐ മേക്കപ്പാണ് ചെയ്യുന്നത് കേട്ടോ. ലൈനറും ഇടുന്നില്ല, കാരണം ഞാനൊരു ഗോൾഡൻ ടച്ച് കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ എടുക്കുകയാണ്. ഫോൾ ഔട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ച് കളയാം. ഐസ് ഞാൻ ജസ്റ്റ് ഒരു കളർ മാത്രം എടുത്തിട്ട് ഒന്ന് മിനിമലാക്കി വെച്ചേക്കുന്നുള്ളൂ. ഗോൾഡൻ ടച്ച് മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇനി കാജൽ എടുക്കാം. കാജലിന് ഞാൻ NYBയുടെ കാജലാണ് എടുക്കുന്നത്. രസമാണ് കേട്ടോ ശരിക്കും. ഈ ഒരു വ്രതം എടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. ക്യൂട്ടിപ്പ് എടുത്തിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ താഴെ, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട്. ചെയ്യാനുള്ളത് ഐബ്രോസ് ആണ്. ഞാൻ ഇന്നലെ ഐബ്രോസ് ഒന്ന് ത്രെഡ്, അപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പ് കൂടുതൽ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്താൽ മാത്രം മതി. അടുത്ത ഞാനൊരു ബ്ലഷ് ഇടാൻ പോവാണ്. ഹൈലൈറ്റർ ആണ് കേട്ടോ, ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ആണ്. അപ്പോൾ എനിക്ക് എക്സ്ട്രാ ഹൈലൈറ്റർ ഇടേണ്ട വലിയ കാര്യമായിട്ട് വരുന്നില്ല. മസ്കാര ഇടണം. ലിപ്സ്റ്റിക് ഇടാൻ. ലിപ്സ്റ്റിക് ഞാൻ റെഡ് കളറാണ് ഇടാൻ പോകുന്നത്. കാരണം കർവാ ചൗത്ത് എന്ന് പറയുന്നത് തന്നെ എന്താ കല്യാണം കഴിച്ചിട്ടുള്ള, ഹിന്ദിയിൽ സുഹാഗൻ എന്ന് പറയും, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കളറാണല്ലോ നമുക്ക് കല്യാണം കഴിച്ച പെൺകുട്ടികൾക്ക് എന്നുള്ള കളറെന്ന് പറയാനായിട്ട്. ഈ കർവാ ചൗത്ത് മേക്കപ്പിൽ 16 ടൈപ്പ് ശൃംഗാർ നമ്മൾ ചെയ്യണമെന്നാണ്. ശൃംഗാർ ഇൻ ദ സെൻസ് നമ്മൾ അണിഞ്ഞൊരുങ്ങണമെന്നാണ്. 16 ടൈപ്പ് പൊട്ട്, കമ്മല്, പൊട്ട്, മാല, ലിപ്സ്റ്റിക്, സിന്ദൂരം, മൈലാഞ്ചി. ഞാൻ മൈലാഞ്ചി ഒന്നും ഇട്ടില്ല കേട്ടോ, കാരണം എനിക്ക് വലിയ താല്പര്യമില്ല മൈലാഞ്ചി ഒന്നും ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെ 16 തരം മേക്കപ്പ് ഐറ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഡ്രസ്സിലും റെഡ് കളറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് ലിപ്സ്റ്റിക്കും റെഡ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു.
ഇട്ട് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ചെയ്യാനുള്ളത് കമ്മലിടണം, മുടി ഒന്ന് കെട്ടണം, സിന്ദൂരം തൊടണം, പൊട്ടുവിടണം. അത് ഞാൻ ഓഫ് ക്യാമറ ചെയ്യും. എന്നിട്ട് ഫുൾ ഔട്ട്ഫിറ്റ്, ഫുൾ ലുക്ക് ഞാൻ നമ്മൾ കർവാ ചൗത്തിൻ്റെ പൂജ ചെയ്യുന്നത്. അതായത് വലിയൊരു അരിപ്പ എടുക്കും, അതിൻ്റെ നടുവിലായിട്ട് നമ്മളൊരു ദീപം കത്തിച്ചു വയ്ക്കും. എന്നിട്ട് ആ അരിപ്പയുടെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ ചന്ദ്രനെ കാണുന്നത്. നേരിട്ട് ചന്ദ്രനെ കാണരുതെന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ചന്ദ്രനെ കണ്ടിട്ട് അതേപോലെ തന്നെ കണ്ണടച്ച് നമ്മൾ ഹസ്ബൻഡിനെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് കണ്ണ് തുറന്ന് ഹസ്ബൻഡിൻ്റെ മുഖം കാണുക. അങ്ങനെയാണ് നമ്മൾ ഈ വ്രതം തീർക്കുന്നത്. എന്നിട്ട് നമുക്ക് ഹസ്ബൻഡ് വെള്ളം തരും കുടിക്കാനായിട്ട്. നമുക്ക് വ്രതം തീർക്കാം, ഇനി നിനക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വ്രതം അവിടെ അവസാനിക്കും. ഇത് ഞാൻ ശരിക്കും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട്. അല്ലാണ്ട് ഞാൻ ഫോണിൽ വീഡിയോ കോൾ വഴിയാണ് ചന്ദ്രനെ കണ്ടത്, കാരണം നമുക്കിവിടെ ചന്ദ്രൻ ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഫുൾ പ്രോസസ്സ് ഈ കർവാ ചൗത്ത് വ്രതത്തിൻ്റെ. പിന്നെ കുറച്ച് പൂജയും കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ വീഡിയോ എടുത്തില്ല എന്ന് മാത്രം. അപ്പോൾ എൻ്റെ കർവാ ചൗത്തിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞു. 9 മണിക്കടുത്തായി ചന്ദ്രൻ വന്നപ്പം. അപ്പം നമ്മുടെ ഇവിടെ എനിക്ക് കേരളത്തിൽ ചന്ദ്രനെ കാണാൻ പറ്റില്ല, കാരണം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഡൽഹിയിൽ ചന്ദ്രനെ കണ്ടിട്ടാണ് എൻ്റെ വ്രതം മുറിച്ചത്. അതായത് എനിക്ക് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വീഡിയോ കോൾ ചെയ്ത് ചന്ദ്രനെ കാണിച്ച് അത് അരിപ്പയിൽ കണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ കണ്ട് ഹസ്ബൻഡ് വെള്ളം കുടിപ്പിക്കും. മീൻസ് വെള്ളം തരും, അത് കുടിച്ചിട്ടാണ് നമ്മൾ വ്രതം മുറിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഈ പ്രാവശ്യത്തെ എൻ്റെ കർവാ ചൗത്ത് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, നമ്മുടെ കേരളത്തിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞു. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇപ്പം നല്ല ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഏട്ടൻ വാങ്ങിച്ചോണ്ട് വന്നു. അപ്പം ഞാനിനിയും അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹാപ്പി, ബ്ലെസ്ഡ് ആൻഡ് ബൈ ബൈ.